ഇന്ന് കപ്പ വെച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കബാബിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കപ്പ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്. നമുക്കിതിലെ ഈ വേര് പോലത്തെ ഈ ഭാഗം ഒന്ന് ഒഴിവാക്കിയ ശേഷം നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഗ്ഗ് വെച്ചിട്ടുള്ളൊരു മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ എഗ്ഗ് പൊരിച്ചൊക്കെ റെഡിയാക്കുന്ന പോലെ, പക്ഷേ ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് ചിക്കൻ വെച്ചോ ബീഫ് വെച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എഗ്ഗ് വെച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ച കപ്പയിൽ ഇതുപോലെ ഓരോ ബോൾസ് എടുത്ത് നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം കുറച്ച് ഫില്ലിങ് ഇട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കബാബ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടാണ് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം കപ്പയിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു മാവ് രൂപത്തിലാക്കി അതിലൊന്ന് മുക്കി ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ മസാലയൊക്കെ വെന്തതായതുകൊണ്ട് നമ്മുടെ എഗ്ഗ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.